ഫ്രണ്ട്സ്, ഗോപകുമാറാണ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ മുമ്പിൽ ഒരുപാട് പലഹാരങ്ങൾ ഇങ്ങനെ വരത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് മിക്സറാണ്, ഇത് നിങ്ങൾക്കറിയാം. കൊള്ളി ചിപ്സ് ആണ്, ഇത് നമ്മുടെ കായ വറുത്താണ്. അവിടെ വേറൊരു ഫ്രൈഡ് ഐറ്റംസ് ഉണ്ട്. പൗഡർ അല്ലാത്ത ഏത് ഐറ്റംസും വളരെ ക്വിക്കില്, അതായത് ഒരു മിനിറ്റിൽ 60 പാക്കറ്റ് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടി ഹെഡ് വെയറിന്റെ മുമ്പിലാണ് ഞാൻ ഉള്ളത്. ഇത് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുക? വലിയ രീതിയിൽ ഹൈ പ്രൊഡക്ഷനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, മാസമായിട്ട് ഇത്തരത്തിലുള്ള പ്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് 100% ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു മിഷനാണ്. ഈ മിഷൻ മാത്രമല്ല, ഇത്തരത്തിൽ ഒരുപാട് മിഷൻസിന്റെ ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാം പാക്കിനെ കുറിച്ചിട്ട് ബേസിക്കലി ഒന്ന് പറയോ? എന്താണ് സാം പാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയോ? നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 23 years ആയി. ഓക്കെ. പിന്നെ ആദ്യം ചെറിയ ചെറിയ മെഷീനുകൾ നമ്മൾ ചെയ്താണ്. ഓക്കെ. ഇപ്പോ വലിയ മെഷീൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. ഓക്കെ. അപ്പം എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ട് സർ നിങ്ങൾക്ക്? നമ്മളിവിടെ കോയമ്പത്തൂരിലേക്ക് മെയിൻ സിറ്റിയിലുണ്ട്. ഓക്കെ. പിന്നെ കൊച്ചിയിലുണ്ട്, പിന്നെ ബാംഗ്ലൂർ, പിന്നെ ചെന്നൈ. സൗത്ത് ഇന്ത്യ ഓൾമോസ്റ്റ് എല്ലാ ദിക്കിലും കവർ ചെയ്തിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി ഈ 20 years കൊണ്ട് ലൈക്ക് ഓൾമോസ്റ്റ് ഇന്ത്യയിലുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ കസ്റ്റമേഴ്സിനെയൊക്കെ നിങ്ങൾ സെർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പാക്കിംഗ് മെഷീൻ മാക്സിമം നമ്മുടെ മെഷീൻ എന്താണ് യൂസ് ചെയ്തിട്ടുണ്ട്? അപ്പൊ സാം പാക്ക് എന്നുള്ളൊരു ബ്രാൻഡ് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അറിയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരു വെബ്സൈറ്റ് നിങ്ങൾ www.sampakindia.com നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെബ്സൈറ്റിലുള്ള എല്ലാ മെഷീൻസിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സർ? നമ്മൾ ഇന്ന് കാണുന്നത് നമ്മുടെ പൗഡർ അല്ലാതെ ഗ്രാനുവൽസ്, പൾസസ്, പിന്നെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ എല്ലാം പാക്ക് ചെയ്യുന്ന ഹൈ സ്പീഡ് മെഷീൻ നമ്മൾ കാണാം. ഹൈ സ്പീഡ് മെഷീൻ ആണ്. ഈ മെഷീന്റെ പേരെന്താണ് സർ? ഇത് നമുക്ക് VFS മൾട്ടി ഹെഡ് വെയർ എന്ന് പറയും. മൾട്ടി ഹെഡ് വെയർ എന്നാണ് പറയുന്നത്. ഇതിന്റെ കപ്പാസിറ്റി ആണ് ഈ കാണുന്നത്. ഇതിന്റെ ഒരു കപ്പാസിറ്റി എത്ര വരും സർ? ഒരു മിനിറ്റിൽ എത്ര പ്രൊഡക്റ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മുടെ ഗ്രാം വെച്ചിട്ട് ഡിഫറൻസ് ഒക്കെ ആവും. മിനിമം ഒരു 100 to 50 ഗ്രാം ആണെങ്കിൽ ഒരു മിനിറ്റ് 60 പാക്കറ്റ്സ് വരെ നമുക്ക് ഒരു മിനിറ്റ് 60 പാക്കറ്റ്സ് വരെ ചെയ്യാൻ പറ്റും. എന്താണ് സർ ഈ ഒരു മെഷീന്റെ ടോട്ടൽ ഒരു പ്രോസസിംഗ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ ഇവൻ പ്രിന്റിംഗ് അടക്കം ഇതിനകത്ത് ചെയ്യുന്നുണ്ടല്ലേ? എല്ലാം മൾട്ടിപർപ്പസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? അതും ഇവിടെ നമ്മൾ സാധനം ഇടുന്നു. ഇത് ഹോപ്പർ ആണ്. ഹോപ്പറിൽ മെറ്റീരിയൽ ഇട്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ മുകളിലേക്ക് കൺവെയർ ബെൽറ്റ് വഴി ഓട്ടോമാറ്റിക്കലി മുകളിലോട്ട് പോകും. മുകളിലേക്ക് ഒരു സെൻസർ ഉണ്ട്. അത് ഫില്ലായ ശേഷം അത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. ഇവിടെ വെയിങ് പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത്? ഇന്റലിജന്റ് ആയിട്ടാണ് ഈ ഒരു പ്രോസസ് നടക്കുന്നത് പറഞ്ഞു. എന്താണ് സംഭവം? എന്റെ പേര് ഇന്റലിജന്റ് വേ എന്ന് പറയും. ഇതിലേക്ക് ഒരു 10 ഹെഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. നമ്മളിപ്പം ചിപ്സിന്റെതും അല്ലെങ്കിൽ മിക്സറിന്റെ ഒക്കെ നമ്മൾ ആ ഹെഡിന്റെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സ്പ്ലിറ്റ് ആയിട്ട് പോവാണ്. സ്പ്ലിറ്റ് ആയിട്ട് പോകും. ഫോർ എക്സാമ്പിൾ ഒരു 100 ഗ്രാം ആണെങ്കിൽ അതിൽ ആവശ്യമുള്ള അതിന്റെ ക്വാണ്ടിറ്റി അതിൽ കളക്ട് ചെയ്തു. ഫൈനലി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവിടെ പാക്കറ്റിലേക്ക് എത്തും. പാക്കറ്റിന് ശേഷം സ്നാക്സ് ആണെങ്കിൽ അവിടെ ഒരു നൈട്രജൻ ഫ്ലഷിംഗ് വേണ്ടി വരും. ഓക്കെ. ഇതിനകത്തുള്ള ഈ സംഭവം എന്നുള്ളത് നൈട്രജൻ ഇതുണ്ട്. ഓക്കെ. ഫ്ലഷിംഗ് അതിനകത്തുണ്ട്. നൈട്രജൻ ഉണ്ട്. ഓക്കെ. ഫ്ലഷ് ചെയ്ത ശേഷം അതങ്ങനെ സീൽ ആയിട്ട് നമുക്ക് പാക്കറ്റ് ഇത് ആ ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ അല്ല, ഇത് നൈട്രജൻ ഫ്ലഷിംഗ്. സൂപ്പർ നൈട്രജൻ ഫ്ലഷിംഗ് ആണ്. നൈസ്. അപ്പം ഇതിന് അപ്രോക്സിമേറ്റ്ലി ഈ ഒരു മെഷീൻ ശരിക്കും സൂട്ടബിൾ ആയിട്ടുള്ള ഏത് ടൈപ്പ് ഓഫ് സംരംഭകരാണ് ഈ ഒരു മെഷീൻ ബെസ്റ്റ് സൂട്ടബിൾ എന്ന് പറയാനുള്ളത്? നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ചെയ്യാൻ പറ്റും. കാരണം അവരുടെ ഓൺ ബ്രാൻഡ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലേബിൾ മാറ്റിയാൽ മതി. നമുക്ക് ഡിഫറെന്റ് കാറ്റഗറീസ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു മാക്സിമം ഇതൊരു ഹാഫ് ആൻ അവറിൽ ചെയ്ത പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അവർക്കും അതേപോലെ അവരുടെ ബ്രാൻഡിൽ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് പാക്കേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ആണ്. പൗഡർ അല്ലാത്ത ഏത് പ്രൊഡക്റ്റുകളും എല്ലാ പ്രോഡക്റ്റും ചെയ്യാൻ പറ്റും. ഓക്കെ, സൂപ്പർ. ഇതൊന്ന് ഡെമോ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സെർച്ച് ചെയ്യേണ്ടത്? ഈ ഒരു മെഷീൻ ഇപ്പൊ നമുക്ക് ഡെമോ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സാം പാക്ക് ആയിട്ട് അങ്ങനെയാണ് നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ടത്? നമ്മൾ സാം പാക്ക് കോയമ്പത്തൂർ നമ്മുടെ ഇവിടെ എത്തിയാൽ മെഷീൻ എപ്പോഴും ഡെമോ ഉണ്ടാവും. എപ്പോ വേണമെങ്കിലും ഡെമോ ഉണ്ടാവും. കസ്റ്റമറുടെ ആവശ്യമുള്ള മെറ്റീരിയൽ ഇവിടെ കൊണ്ടുവന്നാൽ നമ്മളിത് പ്രൊഡക്റ്റ് ഇട്ട് ലൈവ് ഡെമോ കാണിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ മാസീവ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ആ പാക്കറ്റ് നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ആണോ മാനുഫാക്ചർ ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ലൈവായിട്ട് കാണിക്കാൻ പറ്റുമല്ലോ. ഓക്കെ. അപ്പം ഇവിടുത്തെ കോയമ്പത്തൂരേക്ക് വരികയാണ് വേണ്ടത്. ഇനി കൊച്ചി ഓഫീസിൽ എങ്ങനെയാണ് സാർ ഇതിന്റെ പ്രോസസ് വരുന്നത്? എങ്ങനെയാണ്? നമ്മുടെ കൊച്ചി ഓഫീസിൽ സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. കേരളം നോക്കുന്ന എല്ലാം സർവീസ് കൊച്ചി ഓഫീസിലാണ്. അപ്പൊ ഈ ഒരു മെഷീൻസിന്റെ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചി ഓഫീസിൽ ബന്ധപ്പെട്ടാലും മതി. ഇത് ഈ എക്സ്പോർട്ട് നടക്കുന്നുണ്ടോ ഈ ഒരു മെഷീന്റെ? കാരണം ഇതൊരു ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള മെഷീനാണ്. അതുപോലെ തന്നെ ഭയങ്കര ഒരുപാട് സംരംഭകർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഡിവൈസ് ആണ് അല്ലെ? അപ്പം ഇതിന്റെ എക്സ്പോർട്ട് നടക്കുന്നുണ്ടോ? നമ്മൾ ഇന്ത്യ മാത്രമല്ലാതെ നമ്മൾ പുറത്ത് ഗൾഫ് കുറെ മെഷീൻ പോകുന്നുണ്ട്. ഓക്കെ. ഗൾഫ് കൺട്രീസ് കുറെ മെഷീൻ പോകുന്നുണ്ട്. അവിടെ വലിയ എല്ലാം സൂപ്പർ മാർക്കറ്റ് വേണ്ടി നമ്മൾ മാക്സിമം മെഷീൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സർവീസും ഇൻസ്റ്റാളും അവിടെ നമ്മുടെ ഗൾഫിലെ എല്ലാ ഭാഗത്തും നമ്മുടെ ആളുണ്ട്.
ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പം അതായത് നിങ്ങൾ ആക്ച്വലി ഗൾഫിലുള്ള ഒരു പ്രവാസിയാണെന്നുണ്ടെങ്കിൽ, അവിടെ ബിസിനസ്സിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ മെഷീൻ സൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സാംപാക്കിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. ഗൾഫ് കൺട്രിയിലേക്കും വേറെ പുറത്തുള്ള കൺട്രിയിൽ ഏത് കൺട്രിയിലേക്കും നമ്മുടെ മെഷീൻ കാണാനുണ്ടെങ്കിൽ ഡയറക്റ്റ് അവിടെ കസ്റ്റമർ പ്ലേസ് നമുക്ക് അവിടെ ഡെമോ ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് അവിടെ ഉള്ള മെഷീൻസിന് നേരിട്ട് കണ്ടിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. നമ്മുടെ ഗൾഫിലേക്ക് ഇവിടെ എത്താൻ പറ്റില്ലല്ലോ, പിന്നെ അവിടെ നോക്കുന്ന അവിടെ ചെയ്യാൻ പറ്റും. സോ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വേറൊരു മെഷീൻ ആണല്ലേ, എന്താണ് സാർ ഈ മെഷീൻ ചെയ്യുന്നതെന്ന് പറയോ? ഇതിന്റെ പേര് ഹൊറിസോണ്ടൽ ഫ്ലോർ റാപ്പ് എന്ന് പറയും. ഹൊറിസോണ്ടൽ റാപ്പി. ഓക്കെ, എന്താണ് ഈ മെഷീന്റെ പ്രത്യേകത സർ? നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഏത് പീസ് ആയാലും ഇതിലേക്ക് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ അല്ലേ? അതെ. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സാർ? ചിക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഹൽവ, പിന്നെ നമ്മുടെ എള്ളുണ്ട, നമ്മുടെ അതെ ഈ ടൈപ്പിൽ എള്ളുണ്ട ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ പീസ് ഏതായാലും ഇതിലേക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഏത് സൈസിലുള്ള എള്ളുണ്ട ആണെന്നുണ്ടെങ്കിലും പറ്റും. ഇങ്ങനെയുള്ള സ്വീറ്റ് സംഭവങ്ങൾ, എള്ളുണ്ട, അതേപോലെ തന്നെ ചിക്കി, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ പ്രോസസ്സുകൾ ഇവിടെ കംപ്ലീറ്റ് റണ്ണിങ് നിങ്ങൾ കണ്ടു. ഇതും നിങ്ങൾ ചെറിയ മാനുഫാക്ചറിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മാസീവ് ആയിട്ട് ഇതിന്റെ കപ്പാസിറ്റി ഏകദേശം എത്ര വരും? മിനിമം 30 പാക്കറ്റ് തൊട്ട് 300 പാക്കറ്റ് വരെ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇത് പ്രത്യേകം നമുക്ക് 3 സെർവ് കിട്ടുന്നുണ്ട് ഇതിലേക്ക്. പറഞ്ഞാൽ ഹൈ സ്പീഡ് മെഷീനാണ്. അതെ. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന പാക്കറ്റിന്റെ ഡിസൈൻ അനുസരിച്ചിട്ടുള്ള നമുക്ക് സൈസ് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാം ചെയ്യാൻ പറ്റും. എല്ലാം ഇവൻ വിടുത്ത് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വെരി നൈസ്. അപ്പം ഇതും വളരെ സൂപ്പർ ഫുഡ് പ്രോസസിംഗ് ആയിട്ടുള്ള, ഫുഡ് ബേസ്ഡ് ആയിട്ടുള്ള എന്ത് ബിസിനസ് ആണെങ്കിലോ, ഇനി ഫുഡ് അല്ല, ലൈക്ക് ഇങ്ങനെയുള്ള ചെറിയൊരു ലൈക്ക് നോൺ ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ സുഖമായിട്ട് ചെയ്യാം. പിന്നെ സ്പെഷ്യൽ ഡിറ്റർജന്റ് കേക്കിലേക്ക് കുറെ പോകുന്നുണ്ട്. ഈ ഒരു സംഭവം ഡിറ്റർജന്റ് കേക്കിൽ പോകുന്നുണ്ട്. ഇത് നമുക്ക് ഈ വിടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ചെയ്യാൻ പറ്റും. വെരി നൈസ്. അപ്പം ഡിറ്റർജന്റ് കേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അതുകൂടാതെ പൗഡർ ടൈപ്പ് പ്രൊഡക്റ്റുകൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന VFFS മെഷീൻ, കോളർ ടൈപ്പ് സെർവോ ഓഗർ ഫില്ലർ ഇവിടെ അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പൗഡേഴ്സ് രൂപത്തിലുള്ള എസ്പെഷ്യലി മിൽക്ക് പൗഡർ, മൈദ പൗഡർ, ഗ്രാം പൗഡർ, വീറ്റ് ഫ്ലോർ, കോഫി പൗഡർ, പൗഡർ സ്പൈസസ്, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, നമ്മളെ ജീവിതാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഫുഡ് പ്രൊഡക്റ്റുകളായാലും പൗഡർ രൂപത്തിലുള്ള പ്രൊഡക്റ്റുകൾ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള തൂക്കത്തോട് കൂടിയിട്ട് പ്രിന്റിംഗ്, പാക്കേജിങ് അടക്കം വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു VFFS മെഷീൻ ഉപയോഗിക്കാം. വളരെ സ്പെസിഫിക് ആണ്. ഇതും നേരത്തെ പറഞ്ഞ അതേപോലുള്ള ഒരു ഡിവൈസ് ആണ്. വലിയ ഒരു മെഷീനാണ്. നമ്മൾക്ക് അവിടെ നമ്മുടെ ഹൂപ്പറിനകത്ത് നമ്മൾ പ്രൊഡക്റ്റ് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് കാര്യങ്ങൾ നടക്കുന്ന രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ, സൂപ്പർ മാർക്കറ്റിംഗിൽ ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നോക്കുന്ന ആൾക്കാർക്കും ഡെഫിനറ്റ്ലി സാംപാക്കിനെ കോൺടാക്ട് ചെയ്യാം. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത്തരത്തിലുള്ള റിക്വയർമെൻ്റ് ഉള്ള ആൾക്കാർ മസ്റ്റ് ആയിട്ടും സാംപാക്കിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡയറക്റ്റ് ആയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടും വരാം. താങ്ക് യു സോ മച്ച്.